ദൈവനാമത്തിന് മഹത്വം പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി നടത്തിവരുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കുവാൻ നിങ്ങൾ സഹകരിക്കുകയും ചെയ്യുവാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് ആദ്യമായി ഏദൻ പൂങ്കാവനത്തെക്കുറിച്ചാണ്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഒക്കെ കാണുന്ന ഏദൻ പൂങ്കാവനം സത്യമാണോ? അങ്ങനെ ഒന്നുണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നുവെങ്കിൽ അതെവിടെയായിരുന്നു എന്ന ഒരു ചോദ്യം പലരുടെയും മനോമുഖരത്തിലുണ്ട്. ഏദൻ പൂങ്കാവനത്തെക്കുറിച്ചുള്ള മറ്റൊരു ചിത്രം കാണുന്നത് വിശുദ്ധ ബൈബിളിലെ യെഹെസ്കേലിന്റെ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. അവിടെ ലൂസിഫർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ സാത്താൻ, ചെകുത്താൻ, ഷെയ്ത്താൻ, ഇബ്ലീസ്, ആഗൽക്കർസ എന്നൊക്കെ പല പേരുകൾ അറിയപ്പെടുന്ന ആ ദൂതന്റെ വാസകേന്ദ്രമായിട്ട് ആണ് ഏദൻ പൂങ്കാവനത്തെ യെഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ വാസം കിഴക്ക് ഏദനിലായിരുന്നു. ഇനിയും ഉൽപ്പത്തി പുസ്തകത്തിലും കിഴക്ക് എന്ന് പറഞ്ഞൊരു പദം നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഴക്കെന്ന് പറയുമ്പോൾ ഏതാണ് കിഴക്ക്? ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശ ആണെങ്കിൽ, അങ്ങനെയാണ് പരമ്പരാഗതം വിശ്വസിക്കുന്നത്, മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയെങ്കിൽ ഉദ്ദേശം BC 1491 സമയത്താണ് ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുന്നത്. മോശ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കിഴക്ക് എന്ന ഉള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ദൈവം കിഴക്ക് ഏതെല്ലൊരു തോട്ടമുണ്ടാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവിടെ ഏദൻ പൂങ്കാവനം എന്ന് പറയുന്നത് എവിടെയാണ് എന്നാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏദൻ പൂങ്കാവനത്തെ കുറിച്ച് പറയുമ്പോൾ, തോട്ടത്തെ നനയ്ക്കുവാൻ വേണ്ടി ഒരു നദി പുറപ്പെട്ടു. അതിന് 4 ശാഖകൾ, പീശോൻ, ഗീഹോൻ, ഫ്രാത്ത്, ഹിദ്ദേക്കൽ എന്ന് പറയുന്ന 4 ശാഖകൾ. ഇതിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഫ്രാത്ത്, ഹിദ്ദേക്കൽ, അല്ലെങ്കിൽ ആധുനിക ഭാഷയിൽ അതിന് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നാണ് വിളിക്കുന്നത്. ഈ 2 നദികൾ ഒഴുകുന്നത് ഇറാഖിൽ കൂടിയാണ്. അപ്പോൾ ഓർക്കണം, അത് നിമിത്തം നാം മനസ്സിലാക്കേണ്ടത് ഇറാഖിലായിരുന്നു ദൈവം സൃഷ്ടിച്ച ഏദൻ പൂങ്കാവനമെന്നാണ്. ഇനി ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി പറയാം. ആന്ത്രോപോളജിസ്റ്റ് അല്ലെങ്കിൽ നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യ മനുഷ്യൻ അവന്റെ പാദം ഊന്നിയത് ഫ്രാത്തിന്റെ തീരത്തായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏദൻ പൂങ്കാവനം എന്ന് പറയുന്നത് ഇറാഖിൽ ആയിരുന്നു സ്ഥിതി ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം വീണ്ടുമുണ്ട്, ഏദൻ പൂങ്കാവനത്തിൽ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ ഇവിടെ പോയി? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നാം ശ്രദ്ധിച്ചാൽ ഏദൻ പൂങ്കാവനത്തിൽ ആകപ്പാടെ സ്പെഷ്യലായി പറയുന്ന 2 വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് പേരെടുത്ത് പറയുന്ന ആദ്യ വൃക്ഷങ്ങൾ കാണുന്നത്. ജീവവൃക്ഷം, അതുപോലെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, അല്ലെങ്കിൽ ട്രീ ഓഫ് നോളജ്, അറിവിന്റെ വൃക്ഷം എന്ന് പറയുന്ന ആ 2 വൃക്ഷങ്ങൾ. ഈ 2 വൃക്ഷങ്ങൾ മാത്രമേ അവിടെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ സാധാരണ വൃക്ഷങ്ങളാണ്. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഏദനിലെ സകല വൃക്ഷങ്ങളും വെള്ളം കുടിക്കുന്ന ദേവദാരുവും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വിശ്രമം കൊണ്ടുവന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം ശ്രദ്ധിക്കണം, ഏദൻ പൂങ്കാവനം തലയും കുത്തി കിടക്കുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള അർത്ഥമാണ് അവിടെ ഉള്ളത്. കാലത്തിന്റെ വിഗതിയിൽ ഏദൻ പൂങ്കാവനത്തിനുണ്ടായിരുന്ന വൃക്ഷങ്ങൾ കടപുഴകി വീണു. അത് അടുത്ത ഒരു ജലവരവിനോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള വ്യതിയാനങ്ങൾക്കോ വിധേയപ്പെട്ട് അത് ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് പോയി. അങ്ങനെ ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇന്നും നടക്കുന്ന കാര്യമാണ്. വർഷങ്ങളായിട്ട് വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ അത് കാലത്തിന്റെ വിഗതിയിൽ അത് മണ്ണിനടിയിലേക്ക് പോകുന്നു. അത് വീണ്ടും വിവിധ പ്രോസസ്സിൽ കൂടി പോവുകയാണ്.
അപ്പോൾ ഓർക്കുക, ഇത്ര മാത്രമേ അതിന് അവിടെ അർത്ഥമുള്ളൂ. അല്ലാതെ ഏദൻ പൂങ്കാവനം തലയും കുത്തി കിടക്കുന്നു എന്ന് പറയുന്ന ഒരു ചിന്തയ്ക്ക് അവിടെ പ്രസക്തിയില്ലെന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം ഇതാണ്, അതിൽ വളരെ പ്രസക്തമായിട്ടുണ്ടായിരുന്ന ഒരു മരം, അതാണ് ട്രീ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവവൃക്ഷം. വിശുദ്ധ ബൈബിളിൽ നാം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നീട് ഈ ജീവവൃക്ഷത്തെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന അത് 3-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ജീവന്റെ വൃക്ഷത്തേക്ക് ഉള്ള വഴി കാക്കുവാൻ വേണ്ടി ദൈവം ചുറ്റിത്തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ദൂതന്മാരെ അല്ലെങ്കിൽ കെരൂബുകളെ അവിടെ നിർത്തിയെന്നാണ്. അപ്പോൾ അതിന് എന്താണ് സംഭവിക്കുക? എന്താണ് അവിടുത്തെ പ്രശ്നമുണ്ടായത്? ആദം ഹവ്വ ദമ്പതിമാരുടെ മക്കൾ കയീനും ഹാബേലും കൂടെ അവർ ദൈവത്തിന് വഴിപാട് കൊടുക്കുവാൻ വേണ്ടി എത്തി. ഓഫറിംഗ് ആണ്, അല്ലെങ്കിൽ പീസ് ഓഫറിംഗ്, സ്തോത്രയാഗമെന്ന് പറയുന്നതാണ്. ദൈവമായിട്ട് യാതൊരു പ്രതിസന്ധിയുമില്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ, എന്ന് പറഞ്ഞാൽ പാപമോ അകൃത്യമോ ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ നോർമലായി ദൈവത്തിന് സ്തുതി പറയുവാനോ അല്ലെങ്കിൽ സാധാരണ രീതിയിലോ കൊണ്ട് അർപ്പിക്കുന്ന ആ വഴിപാടുകളെ ആണ് സ്തോത്രയാഗം അല്ലെങ്കിൽ പീസ് ഓഫറിംഗ് എന്ന് പറയുന്നത്. അവർ വഴിപാട് കൊണ്ടുവന്നു. അത് യഹോവയുടെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആണ് കൊണ്ടുവന്നത്. എവിടെയാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നേക്കാലത്തെ വിശ്വാസം അനുസരിച്ച് ഈ ദൂതന്മാരെ ചുറ്റിത്തിരിയുന്ന വാളിന്റെ ജ്വാലയമായി നിർത്തിയിരിക്കുന്ന ആ സ്ഥലം അതിന് ദൈവസാന്നിധ്യമുണ്ടെന്നും യഹോവയുടെ സന്നിധി നമുക്ക് പഴയ കാലത്ത് വെളിപ്പേരുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരവിടെ ചുറ്റിത്തിരിയുന്ന വാളിന്റെ ജ്വാലയമായി നിർത്തിയല്ലോ. എന്തിനാണ് അവരെ നിർത്തിയത്? പാപം ചെയ്ത മനുഷ്യൻ ഈ ഏദൻ ഭൂഗാവനത്തിൽ ദൈവം അവർക്ക് നൽകുവാൻ വേണ്ടി, പാപമില്ലാത്ത അവസരത്തിൽ കൊടുക്കുവാൻ വേണ്ടി വെച്ചിരുന്ന ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവർ പറിച്ചു തിന്ന് നിത്യപാപികളായി തുടരാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം അതിന്റെ വഴി അടച്ചു കളഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നാൽ അത് ഭൂമിയിൽ ഇപ്പോൾ കാണില്ലേ എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം. എന്നാൽ യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ അവരെ ചങ്ങലയിട്ട് അവരെ വിധി ദിവസത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന വാഴ്ച? ഡയഡീമ എന്ന് പറയുന്ന ഒരു പദം, അല്ലെങ്കിൽ അധികാരം, അവകാശം എന്നുള്ള, അല്ലെങ്കിൽ ഭരിക്കുവാനുള്ള അധികാരം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ രാജാതി അഭിഷേകം ഓടോടുകൂടി അതിനെ ഭരിക്കുക, അല്ലെങ്കിൽ ചെങ്കോലിന്റെ ശക്തി കാണിക്കുക, സിംഹാസനത്തിന്റെ ബലം കാണിക്കുക, സൈന്യവ്യൂഹത്തിന്റെ ശക്തി കാണിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വിശാലമായ അർത്ഥം ആ ഡൈഡീമ എന്ന് പറയുന്ന ആ മൂലപദത്തിനുണ്ട്. അപ്പോൾ ഓർക്കണം, ഇവർക്ക് ഒരു അധികാരം നൽകി അവിടെയൊക്കെ മനുഷ്യനോ മനുഷ്യവർഗത്തിലെ ആരും തന്നെയോ പ്രവേശിച്ച് ആ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കുവാൻ വേണ്ടി അതിനെ കാക്കുന്ന ഒരു അധികാരം അല്ലെങ്കിൽ വാഴ്ച അല്ലെങ്കിൽ ഡൈഡീമ ഉണ്ടായിരുന്ന അവരുടെ അധികാരം കൊടുത്തിരിക്കുന്ന ആ ചിന്തകൾ മറന്ന് അവരുടെ ഉദ്യോഗത്തിൽ അവര് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ അവർ പരാജയപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ദൈവം ഈ ജീവവൃക്ഷത്തെ അവിടുന്ന് മാറ്റി. നമ്മൾ പിന്നീട് ജീവവൃക്ഷത്തെ കാണുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ജയിക്കുന്നവൻ ഞാൻ പർദീസയിലുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോൾ ഓർക്കണം, ഭൂമിയിൽ മനുഷ്യനത് തൊടാതിരിക്കുവാൻ വേണ്ടി, അതിൽ നിന്ന് ഫലം ഭുജിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം ക്രമീകരണം നടത്തി. ഈ ദൂതവൃന്ദങ്ങളെ ആക്കിയെങ്കിലും അവർ അവരുടെ ജോലിയിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ട് അതിനെ ദൈവത്തിന്റെ പർദീസയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുന്നു. മാത്രമല്ല, അത് സഭയിലെ ജയിച്ചു ചെല്ലുന്ന വിശുദ്ധന്മാർ കൊടുക്കുന്ന പ്രതിഫലങ്ങളിൽ ഒരെണ്ണമാണ് ജീവവൃക്ഷത്തിന്റെ ഫലം. ഇനിയും അടുത്തതായിട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ ഒക്കെ വായിക്കുന്നത്, ഓരോ മാസവും അല്ലെങ്കിൽ ജീവജല നദിയുടെ ഇരുകരയിലും ജീവവൃക്ഷങ്ങളുണ്ട്. അത് ഓരോ മാസവും വ്യത്യസ്തമായ ഫലം കായ്ക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇനിയും സംഭവിക്കാനുള്ള 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സഭയ്ക്ക്, വിശുദ്ധന്മാർക്ക് പാർക്കുവാൻ വേണ്ടി ദൈവം നിർമ്മിച്ചു വരുന്ന ആ സുന്ദരമായ മൂവബിൾ ഹൗസ്, അല്ലെങ്കിൽ ഒരു മൂവബിൾ പാലസ്, ചലിക്കുന്ന കൊട്ടാരം, അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ അവസരം ഒരു നഗരമാണ് ഇറങ്ങി വരുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ അതിന്റെ വിവരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നുകൂടി ഞാനിത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ നിത്യതയല്ല, അത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുന്നതാണ്. പലരും അറിയാതെ അത് നിത്യതയാണെന്ന് പറയുന്നു. നിത്യതയാണ് എന്ന് വാദിക്കുന്നവരോട് ഉള്ള അവരുടെ മനസ്സിൽ ഒരു തിരയിളക്കമിളക്കുവാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെ വന്നാൽ
21 23 വാക്യത്തിൽ ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിത്യതയിൽ ജാതിയുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. 2, വെളിപ്പാട് പുസ്തകം 22 വാക്യത്തിൽ അവിടെയും ജാതികൾക്ക് അതിന്റെ ഇല രോഗശമനം നൽകുമെന്നാണ്. അപ്പോൾ ഓർക്കണം, ഇത് നിത്യതയെക്കുറിച്ച് പറയുന്നതല്ല, ഇത് 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്ന അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ്. എന്തായാലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, അങ്ങനെ ജീവവൃക്ഷം ദൈവത്തിന്റെ പർദീസയിൽ ഉള്ളത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിലൂടെ ഒഴുകുന്ന ജീവജല നദിയുടെ ഇരു കരയിലും ഇതാ ഫലം കായ്ക്കുന്ന വർഷമായിട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ഏദൻ പൂങ്കാവനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഏദൻ എന്നും പറഞ്ഞുകൊണ്ട് കഥ പുസ്തകങ്ങളും അതുപോലെ പരമ്പര ചിത്രകഥകളും ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ കേൾവിക്കാർക്ക് ഒരുപാട് അറിയാമായിരിക്കാം. അപ്പോൾ എന്തായാലും അത് ആ എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ ആ വരകാരൻ്റെയോ ഭാവനാ വൈഭവത്തിൽ നിന്നുണ്ടായ കാര്യമാണ്. പക്ഷേ ഇത് വെറും ഭാവനാ വൈഭവത്തിൽ നിന്നുണ്ടായ കാര്യമല്ല. സർവശക്തനായ ദൈവം മനുഷ്യന് പാർക്കുവാൻ അല്ലല്ലാതെ മനുഷ്യന് പാർക്കുവാനുള്ള ക്രമീകരണം നടത്തിയ ഒരു സംഭവമാണ്. എന്നാൽ മനുഷ്യൻ പരാജയപ്പെട്ടതുകൊണ്ട് മനുഷ്യനെ അവിടുന്ന് ഇറക്കിവിടേണ്ട ഒരു അവസരമുണ്ടായി എന്നാണ് നാം അറിയേണ്ടത്. ഞാൻ തുടർന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ അത് 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വരെയും കാണുന്ന ഒരു സൃഷ്ടി ചരിത്രമുണ്ട്. അല്ലെങ്കിൽ സൃഷ്ടി ചരിത്രത്തിന്റെ 1-ാമത്തെ വിവരണമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം വരെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യം സൃഷ്ടിച്ച ആ സംവിധാനത്തിന് ഉണ്ടായ ഒരു ചെറിയ വ്യതിയാനമുണ്ട്. അത് ഞാൻ ക്ലാസ് തുടർന്ന് വരുമ്പോൾ ഞാൻ ഒരിക്കലത് പറയാം. എന്തായാലും 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്ന പുനഃസൃഷ്ടിയാണ്, റീക്രിയേഷനും. അതിന്റെ 1-ാമത്തെ വിവരണമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ 1-ാം ഭാഗം വരെ കാണുന്നത്. എന്നാൽ ആ സൃഷ്ടി ചരിത്രത്തിന്റെ 2-ാം വിവരണം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം മുതൽ 25-ാമത്തെ വാക്യം വരെ ഉള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനിയും ദൈവം സകലത്തെയും നിർമ്മിച്ച ദൈവമാണ് സൃഷ്ടാവ്. അല്ലാതെ ബിഗ് ബാങ് തിയറിയോ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയോ എവല്യൂഷൻ തിയറിയോ ഒന്നുമല്ല ഈ സൃഷ്ടിയുടെ പിന്നിലുള്ളത്. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളോട് പറഞ്ഞാണ്. അതിന് ക്ലിപ്തമായ ഒരു ഉത്തരം പറയുവാനോ ക്ലിപ്തീകരിച്ച് അതിന് എന്തെങ്കിലും സ്ഥിരീകരണം കൊടുക്കുവാനോ ഇതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ഇറക്കിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ ഉപജ്ഞാതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വിശുദ്ധ ബൈബിൾ ഊഹാപോഹങ്ങളിൽ നിൽക്കുന്ന ഒരു പുസ്തകമല്ല. ഇത് കെട്ടുകഥയല്ല. ഇത് ആരുടെയെങ്കിലും മനസ്സിൽ തെളിഞ്ഞു വന്ന എന്തെങ്കിലും ഒരു ചിന്തയുടെ അവസാന വാക്കായിട്ട് മനുഷ്യനെ കളിപ്പിക്കുവാനും വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമല്ലിത്. അപ്പോൾ ഈ പുസ്തകത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന സംവിധാനമാണ് ഞാൻ പറഞ്ഞത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് നാം വളരെ കാര്യമായിട്ട് അറിയണം. ദൈവം ചെയ്തത് ഭൂമിയിൽ നിന്ന് മണ്ണ് എടുത്ത്, അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷനിൽ ചെളി എടുത്ത്, അല്ലെങ്കിൽ കുഴഞ്ഞു മറിഞ്ഞ ചെളി, മാരി ക്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്, ക്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേഷനുകളിൽ. എന്തായാലും മണ്ണിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മണ്ണിന്റെ ഒരു രീതിയിലുള്ള സംവിധാനം ദൈവം തന്റെ കയ്യിലെടുത്ത് അത് വെച്ച് മനുഷ്യനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ മനുഷ്യനെ മെടഞ്ഞു. അതിനുശേഷം തന്റെ ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിൽ ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ മണ്ണ് വെച്ചുണ്ടാക്കി എന്ന് പറയുന്നത് സത്യമാണോ? നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യന്റെ ശരീരത്തിൽ ഏതാണ്ട് ഭൂമിയിലുള്ള മണ്ണിലുള്ള 18 മൂലകങ്ങളുണ്ട് എന്നാണ് നാം അറിയേണ്ടത്. അത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ തമാശ പറയുകയല്ല, ഏതോ ഒരു കഥ പറയുകയല്ല എന്നാം അറിയേണ്ടത്. ഭൂമിയിൽ ഉള്ള മണ്ണിൽ ഉള്ള ഏതാണ്ട് 18 മൂലകങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. എന്തായാലും ദൈവം തന്റെ കരാങ്കുലികൾ വെച്ച് മനുഷ്യനെ വളരെ സുന്ദരമായിട്ട് നിർമ്മിച്ചു. എന്നിട്ട് അവൻ ജീവനുള്ളവനായില്ലെന്നേരും അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യൻ, ആ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് മനുഷ്യനല്ല കണ്ടത്, സൃഷ്ടാവാം ദൈവമാണ് കണ്ടത്. ആ സൃഷ്ടാവാം ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോൾ
ഇണയെ തേടി നടക്കുന്ന കാലമാണ്. പക്ഷെ വിശുദ്ധ ബൈബിൾ ഇണയുടെ കാര്യമല്ല, ഇണ എന്നുള്ള വാക്ക് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, തുണ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വിശുദ്ധ ബൈബിൾ നീങ്ങുന്നത്. ഇനിയും അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ആദ്യം പുരുഷനെയല്ല മനുഷ്യനെയാണ് നിർമ്മിച്ചത് എന്നാണ് നാം അറിയേണ്ടത്. മിക്കപേരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദൈവം ആദ്യം പുരുഷനെ നിർമ്മിച്ചു എന്നാണ്. പക്ഷേ വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ദൈവം മനുഷ്യനെ നിർമ്മിച്ചു എന്നാണ്. അപ്പോൾ അത് പുരുഷനെയാണെന്ന് പലരും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ദൈവം ആദ്യം പുരുഷനെ അല്ല നിർമ്മിച്ചത്, ദൈവം ആദ്യം മനുഷ്യനെയാണ് നിർമ്മിച്ചത്. ഞാനത് വിശദമായിട്ട് പറഞ്ഞു വരാം. എപ്പോഴാണോ ഈ മനുഷ്യനിൽ നിന്ന് സ്ത്രീയെ വിടർത്തിയത്, അപ്പോൾ വിടർത്തപ്പെട്ട ഭാഗം സ്ത്രീയും പൂർവ്വഭാഗം പുരുഷനുമായി എന്നുള്ളതാണ് നാം അറിയേണ്ടത്. വിശുദ്ധ ബൈബിളിൽ മലയാള ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ കൊടുത്തിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനെ ഗാഠനിദ്ര വരുത്തി അവന്റെ ഒരു വാരിയല്ല് എടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി എന്നാണ്. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് ഗോഡ് ടു വൺ ഓഫ് ദ റിബ്സ് ഓഫ് ഏഡം ആൻഡ് മേഡ് ഇറ്റ് ആസ് വുമൺ എന്നാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, അങ്ങനെ നാം കരുതുമ്പോൾ ഒരു ചെറിയ സംഭവം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. എന്നാൽ അങ്ങനെ വരുന്ന ഈ എല്ല് മാത്രമാണ് എടുത്തു തന്നിരിക്കട്ടെ, എല്ല് മാത്രമാണ് എടുത്തതെങ്കിൽ ഒരു ചോദ്യം കേൾവിക്കാരോട് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: അങ്ങനെ വന്നാൽ ആദ്യമായിട്ട് ഈ സ്ത്രീയെ കാണുന്ന ആ പുരുഷൻ ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? എന്നാൽ അവൻ പറഞ്ഞത് ഇതാ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്നാണ്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഭാഗം, ദൈവം അസ്ഥി മാത്രമല്ല എടുത്തെന്നാണ്. ശരിയായിട്ട് എബ്രായ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഗോഡ് ടു വൺ ഓഫ് ദി സൈഡ്സ് ഓഫ് ഏഡം ആൻഡ് മേഡ് ഇറ്റ് ആസ് വുമൺ എന്നാണ്. അല്ലെങ്കിൽ ദൈവം മനുഷ്യന്റെ വശങ്ങളിൽ ഒന്നെടുത്ത്, അല്ലെങ്കിൽ മാംസത്തോടുകൂടിയ എല്ലെടുത്ത് അതിനെ സ്ത്രീയാക്കിയെന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ആദ്യ മനുഷ്യന്റെ രൂപം വ്യക്തമല്ലെന്നുള്ളതാണ്. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, മെയിൽ പ്ലസ് ഫീമെയിൽ ഈസ് ഈക്വൽ ടു മാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് അർത്ഥം. സ്ത്രീയും പുരുഷനും സമ്മേളിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യനെ ദൈവം നിർമ്മിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം എങ്ങനെയാണ്: ദൈവം അവർക്ക് ആദം എന്ന് പേരിട്ടെന്നാണ്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി നിർമ്മിച്ചു, അവർക്ക് ആദം എന്ന് പേരിട്ടു. അപ്പോൾ ഓർക്കണം, ആദം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. ആ പുരുഷനാണ് ആ സ്ത്രീക്ക് ഹവ്വ എന്ന് പേരിടുന്നത്. അപ്പോൾ ഓർക്കണം, സകല മനുഷ്യരുടെയും അല്ലെങ്കിൽ സകല ജീവ ഉള്ള മനുഷ്യരുടെയും മാതാവ് എന്ന വിശാലമായ അർത്ഥമാണ് ഹവ്വ എന്ന പദത്തിന്റെ അർത്ഥം. എന്നാൽ ആഡം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും സമ്മേളിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലാതെ പുരുഷൻ മാത്രമല്ല, സ്ത്രീ മാത്രവുമല്ല. ഇനി ഇതിനെക്കുറിച്ച് കഥകളും ഉപകഥകളും ഒക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ബാബിലോൺ ഇതിഹാസമായ എനിമ എലിഷ് പ്രകാരം അടിമ മനുഷ്യനെ ആണ് മരുതുക്ക് എന്ന് പറയുന്ന ക്രമത്തിന്റെ ദേവൻ സൃഷ്ടിച്ചത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രമത്തിന്റെ ദേവനായ മരുതുക്കിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ ശൂന്യതയുടെ ദേവതയായിരുന്ന ത്യാമത്തിന്റെ സൈന്യാധിപനായിരുന്ന കിങ്കുവിന്റെ രക്തം കൊണ്ട് ദേവന്മാരെ ശുശ്രൂഷിപ്പാൻ ആണ് അടിമ മനുഷ്യനെ ഈ പറയുന്ന മരുതുക്ക് നിർമ്മിച്ചത്. അപ്പൊ വിശുദ്ധ ബൈബിൾ അടിമ മനുഷ്യനെ നിർമ്മിച്ച കഥയല്ല പറയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യനെ വളരെ കാര്യമായിട്ട്, ഊർജ്ജസ്വലനായിട്ട്, സ്വതന്ത്ര ബുദ്ധിയോടുകൂടിയാണ് ദൈവം നിർമ്മിച്ചത്. അല്ലാതെ ഒരു അടിമപ്പണി ചെയ്യിക്കുവാനും വേണ്ടി ആളില്ലാത്തത് കൊണ്ട് അതിന് പകരക്കാരനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഇവിടെ പറയുന്ന അടിമ മനുഷ്യനെ നിർമ്മിച്ച കാര്യമാണ്. എൻകിഡു എന്നാണ് ഈ പറയുന്ന എനിമ എലിഷ് എന്ന് പറയുന്ന ബാബിലോൺ ഇതിഹാസം അനുസരിച്ച് മനുഷ്യന്റെ പേര്. ബൈബിളിന്റെ സന്ദേശവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥയാണ് ഇത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സങ്കീർത്തനത്തിൽ 8 നമ്മൾ വായിക്കുന്നത് ദൈവം മനുഷ്യനെ തേജസ്സും ബഹുമാനമുള്ളവനായിട്ട് ഉണ്ടാക്കി. ബൈബിൾ പലയാവർത്തി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു, അവന് അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു ഭാഗം, ആദ്യ പുരുഷനാണ് തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്ത്രീയെ തുണയായിട്ട് ആണ് ദൈവം നിർമ്മിച്ചത്. യെറ്റ് സർ എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ തുണ എന്നതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. യെറ്റ് സർ എന്ന് പറയുന്ന പദം ദൈവത്തിന് ഒരു വേള ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ സ്ത്രീ ദൈവമാണെന്നല്ല പറഞ്ഞു വന്നത്. ദൈവമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന, അവന്
ലോക്കലായിട്ട് ഒന്ന് ചാരുവാൻ തുണയായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചു നൽകി എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ സൃഷ്ടി എന്ന് പറയുന്ന ആ സംഭവം നടക്കുമ്പോൾ മനുഷ്യന് ബുദ്ധി കുറവായിരുന്നു. ഇപ്പോൾ പലരും കണ്ടുപിടിച്ചിരിക്കുന്നത് മനുഷ്യന് ഇങ്ങനെ ബുദ്ധി കൂടി 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 വരുന്നു എന്നാണ്. അതിനുവേണ്ടിയൊക്കെയാണല്ലോ ഇവിടെ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കി. അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്. പരിണാമ സിദ്ധാന്തം ഉണ്ടാക്കി അതിൽ കൂടി ഇങ്ങനെ പരിണമിച്ച് 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 കുരങ്ങിലെത്തി, കുരങ്ങ് വീണ്ടും പരിണമിച്ച് 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 മനുഷ്യനായി. അങ്ങനെ പരിണമിച്ചുണ്ടായതല്ല, അങ്ങനെ ഒക്കില്ല എന്ന തെളിവുകളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ചാൾസ് ഡാർവിന്റെ തലയിൽ ഉണ്ടായ, ചാൾസ് ഡാർവിന് മാത്രമല്ല അന്ന് പലരുടെയും തലയിൽ ആ ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടാക്കിയ ആ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഈ പറയുന്ന മനുഷ്യൻ ഇങ്ങനെ മിടുക്കനായി വരികയാണ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ആദിമ മനുഷ്യൻ ബുദ്ധിശൂന്യനായിരുന്നു, അവന് കഴിവൊന്നുമില്ലായിരുന്നു എന്നാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കണം. പുരാതന കാലത്ത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വളരെ വേഗം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ടെക്നോളജികളുണ്ട്. അതൊന്നും ഇല്ലാഞ്ഞ കാലത്ത്, അതുപോലെ വാച്ച് ഇല്ലാഞ്ഞ കാലത്ത് അവർ അങ്ങനെ സമയത്തെ മനസ്സിലാക്കി. അതുപോലെ നിഴൽ കണ്ട് അവർ സമയം മനസ്സിലാക്കുന്ന രീതിയുണ്ട്. അതുപോലെ വിവിധ രീതിയിലുള്ള ഘടികാരങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മനുഷ്യൻ കഴിവെന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇപ്പോൾ ഏതാണ്ട് 21-ാം നൂറ്റാണ്ടിൽ ഗാലക്സി യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ബുദ്ധി കൂടിക്കൂടി അങ്ങ് ഭയങ്കര പുള്ളിയായി എന്ന് കരുതുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ മനുഷ്യനെയും ദൈവം ഈ ഭൂമിയിലാക്കിയത് ബുദ്ധിയോടുകൂടിയാണ്. തെളിവ് ഒന്ന് പറയാം. ചരിത്ര ഗവേഷകന്മാര്, ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. ടെക്നോളജികൾ വർദ്ധിച്ചു, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചുവെങ്കിലും ഇന്നുവരെയും ലോകത്തിൽ ഒരു വൻകിട രാജ്യത്തിനും വികസിത രാജ്യത്തിനും ഉണ്ടാക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ കഴിയാഞ്ഞ ബൃഹത്തായ ഒരു നഗരമാണ് ബാബിലോണിന്റെ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ നെബൂഖദ്നേസർ ചക്രവർത്തി ഉണ്ടാക്കിയ ബാബിലോൺ നഗരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിവരിക്കാൻ ഞാൻ ഈ ക്ലാസ്സിൽ സമയമെടുക്കുന്നില്ല. അപ്പോൾ ഓർക്കണം, അത് പറയുമ്പോൾ 2500 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ആ നിർമ്മിതി കണ്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള, ഇന്നത്തെ ആധുനിക മനുഷ്യൻ അന്തം വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും അതുപോലെ നിർമ്മിതിയുമാണ് ഉണ്ടായത്. അപ്പോൾ ഓർക്കുക, മനുഷ്യന് ബുദ്ധിക്കുറവായിരുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. ബുദ്ധിയോടുകൂടി വിവേചിക്കുവാനും കാര്യങ്ങളെ മനസ്സിലാക്കുവാനും സ്വയമായിട്ട് തീരുമാനമെടുക്കുവാനും കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അല്ലാതെ കമ്പ്യൂട്ടറായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പോകുന്ന ഒരു പരിപാടിയായിട്ടല്ല മനുഷ്യനെ നിർമ്മിച്ചത്. തെളിവിന് വേണ്ടി വിശുദ്ധ ബൈബിൾ പറയുന്ന ഭാഗം ശ്രദ്ധിക്കണം. മനുഷ്യൻ സകല ജീവികൾക്കും പേരിടുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സകല ജന്തുക്കളുടെയും മേലുള്ള അവന്റെ അധീശത്വം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഹീബ്രു ചിന്താഗതി അനുസരിച്ച് ഒരുവന്റെ പേരിനെ കുറിച്ചുള്ള അറിവ് വ്യക്തിത്വത്തിന്മേലുള്ള സ്വാധീന ശക്തിയെ കാണിക്കുന്നതാണ്. അപ്പോൾ വ്യക്തിത്വത്തിലുള്ള നമ്മുടെ മുൻപിൽ കൂടി ഇപ്പോൾ കുറെ ജീവികളെ വളരെ വേഗം അയച്ചാൽ ഇത്രയും വലിയ ബുദ്ധിയുള്ള 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അതിനെല്ലാം ഒറ്റയടിക്ക് പേരിടുമോ? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഓർക്കണം, അത് മനുഷ്യന് കഴിയില്ല എന്നുള്ള കാര്യമാണ് നാം ആദ്യമായിട്ട് അറിയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ കഴിയത്തില്ലെങ്കിൽ ഈ ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യൻ ബുദ്ധി കുറഞ്ഞവനല്ല. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാറ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള, ആ കാറിൽ തൊടാൻ പോലും അവകാശം കിട്ടാഞ്ഞ ഒരു കുട്ടിക്ക് കാറിന്റെ ഡോറ് തുറക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിക്കുറവ് കൊണ്ടല്ല. എന്നാൽ ജനിച്ചു വീണപ്പോൾ തന്നെ കാറിൽ കൊച്ചിലെ തൊട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു കുട്ടി കാറിന്റെ ഡോറ് വളരെ നല്ല രീതിയിൽ തുറക്കുന്നു, അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ബുദ്ധി കൂടിയിട്ടല്ല, അതിന് സാഹചര്യം കിട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഈ പുരാതന മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ബുദ്ധി കുറഞ്ഞവനായിട്ട് ദൈവം ഉണ്ടാക്കിയെന്നല്ല. ദൈവം വളരെ ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കുവാനും വിവേകം കിട്ടുവാനും പരുവത്തിലാണ് നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് ചോദ്യം അല്ലെങ്കിൽ ബുദ്ധി കുറവായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇന്നും ജ്ഞാനി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് അറിയപ്പെടുന്നത് ഇസ്രായേലിന്റെ 3-ാമത്തെ രാജാവായ ശലോമോൻ രാജാവാണ്. അത് പെന്തക്കോസ്തുകാരുടെയോ ക്രിസ്ത്യാനികളുടെയോ കണ്ടുപിടുത്തമല്ല. ഇവിടെയുള്ള സാമാന്യ സെക്കുലർ ആൾക്കാരുടെയും രീതികളും മനസ്സിലാക്കിയതുമാണ്. അപ്പോൾ
അദ്ദേഹം ജീവിച്ചിരുന്ന സമയം ശ്രദ്ധിക്കണം. BC 1000 സമയത്താണ്. ഇന്നേക്ക് 3000-ഓളം വർഷങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത്രയും ബുദ്ധി കിട്ടിയത്? ഇനിയും ശ്രദ്ധിക്കണം, BC ജീവിച്ചിരുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഡയോജനിസ് ഇങ്ങനെ തുടങ്ങിയ ഗ്രീക്ക് ഫിലോസഫർമാരെ ശ്രദ്ധിക്കണം. അവർക്കെന്താ ബുദ്ധി കുറവായിരുന്നു? അപ്പോൾ മനസ്സിലാക്കണം, ഈ 2000 ചിലുവാനും വർഷങ്ങൾ ജീവിക്കുന്ന AD-യിൽ ജീവിക്കുന്ന മനുഷ്യൻ ബുദ്ധി കൂടുതലുള്ളവനായിട്ട് അങ്ങ് വന്നു വിചാരിക്കരുത്. ദൈവം കൊടുത്ത ബുദ്ധി എല്ലാ മനുഷ്യനും വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളത് ആണ് മറ്റൊരു കാര്യം. അത് ഇപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴുള്ളവരെല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാണോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ആദ്യ മനുഷ്യനെ ദൈവം നിർമ്മിച്ചത് ബുദ്ധിയില്ലാത്തവനായിട്ടും അറിവില്ലാത്തവനായിട്ടും ജ്ഞാനമില്ലാത്തവനായിട്ടല്ല, ഇതൊക്കെ ഉള്ളവനായിട്ടാണ് നിർമ്മിച്ചത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഭാഗം, മനുഷ്യന് സ്വയമായിട്ട് ചിന്തിക്കുവാനും അവന് സ്വയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുവാനുമുള്ള ഒരു അവസരമാണ് ദൈവം നൽകിയിരുന്നത് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ കരാങ്കുലിയുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിനെ ഇവിടെ വിരാമം കുതിർന്നു. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.